നമസ്കാരം. റേഡിയോ എംപിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങളെക്കുറിച്ചാണ് റേഡിയോ എംപി ഇന്ന് ചർച്ച ചെയ്യുന്നത്. സിറ്റിംഗ് എം പിയായ എം പി രാജേഷ് മത്സരിക്കുന്ന പാലക്കാടും ആന്റോ ആന്റണി എം പി ആയിരുന്ന പത്തനംതിട്ടയും. ആദ്യം പാലക്കാടിന്റെ വോട്ട് ചരിത്രം നോക്കാം. പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട് എന്നീ നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്നത്തെ പാലക്കാട് ലോക്സഭാ മണ്ഡലം. 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ലോക്സഭാ മണ്ഡലങ്ങൾ പുനർനിർണയിച്ചപ്പോൾ പാലക്കാട് ദ്വയാംഗ മണ്ഡലമായിരുന്നു. 1961 ദ്വയാംഗ മണ്ഡലങ്ങൾ നിർത്തലാക്കി. ഏകാംഗ മണ്ഡലമായി മാറിയ പാലക്കാടിലെ ആദ്യ തെരഞ്ഞെടുപ്പ് 62 ഇടതുമുന്നണിയുടെ പി കുഞ്ഞനായിരുന്നു അന്നത്തെ വിജയി. 67 നായനാരെയും 71 AK ഗോപാലിനെയും പാലക്കാട് ലോക്സഭയിലേക്ക് അയച്ചു. പിന്നീട് 71 സെൻസസ് അനുസരിച്ചാണ് മണ്ഡല പുനർനിർണയം നടക്കുന്നത്. അങ്ങനെ 1976 പുതുക്കിയ പാലക്കാട് ലോക്സഭാ മണ്ഡലം നിലവിൽ വന്നു. 1980 മുതൽ കോൺഗ്രസിന്റെ VS വിജയരാഘവൻ 3 തവണ ജയിച്ചു കയറിയപ്പോൾ 3 തവണ CPMന്റെ ശിവദാസ മേനോൻ തോറ്റു. 1989 VS വിജയരാഘവനെ അട്ടിമറിച്ച് ഇടതുമുന്നണിയുടെ A വിജയരാഘവൻ പാലക്കാടൻ മണ്ണിനെ ചുവപ്പിച്ചത്. പക്ഷേ 1991 വിജയരാഘവനെ പരാജയപ്പെടുത്തി VS വിജയരാഘവൻ വീണ്ടും UDFന് മണ്ഡലം നേടിക്കൊടുത്തു. 91 ശേഷം ഈ മണ്ണിൽ പച്ച തൊടാൻ UDFനായിട്ടില്ല. ഇടതുമുന്നണിയുടെ NN കൃഷ്ണദാസ് തുടർച്ചയായി 3 തവണ വെന്നിക്കൊടി പാറിച്ചു. 2009 മുതൽ NP രാജേഷും. 2014 വീരേന്ദ്രകുമാർ ആയിരുന്നു രാജേഷിന്റെ എതിരാളി. അന്ന് ജയിച്ചത് 1 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. പട്ടാമ്പി മുതൽ മലമ്പുഴ വരെയുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിലും അന്ന് 50,000-ന് മുകളിൽ വോട്ടുകൾ രാജേഷിന് കിട്ടി. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ വിജയപ്രതീക്ഷയോടെ സിറ്റിംഗ് എം പി രാജേഷ് പാലക്കാട് വീണ്ടും മത്സരിക്കാനിറങ്ങുമ്പോൾ താൻ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും MP നമ്മളോട് സംസാരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കേരളത്തിന്റെ തന്നെ ചിരകാല സ്വപ്നങ്ങളിലൊന്നായ IIT യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നതാണ്. IIT കേന്ദ്രം 14-15 പ്രഖ്യാപിച്ചപ്പോൾ പട്ടികയിൽ ഏറ്റവും അവസാനമായിരുന്നു കേരളം. ആ കൂട്ടത്തിൽ പ്രഖ്യാപിച്ചതാണ് എയിംസും. എയിംസ് കേരളത്തിന് നഷ്ടപ്പെട്ടു. എന്നാൽ യഥാസമയം നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തിയതുകൊണ്ട് ഇവിടെ താൽക്കാലിക ക്യാമ്പസിനുള്ള സൌകര്യം എത്രയും പെട്ടെന്ന് MP എന്ന നിലയിൽ മുൻകൈയെടുത്ത് സജ്ജമാക്കി. കേന്ദ്ര സംഘത്തെ യഥാസമയം ഇവിടെ എത്തിച്ചു. കേന്ദ്ര സംഘത്തെ ഇവിടുത്തെ സൌകര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് മാത്രമാണ് എയിംസിന്റെ ഗതി IITക്ക് ഉണ്ടാവാതിരുന്നത്. ഇൻസ്ട്രുമെന്റേഷന്റെ രാജസ്ഥാനിലെ ഹെഡ്ക്വാർട്ടേഴ്സ് അടച്ചുപൂട്ടിയപ്പോഴും പാലക്കാട് യൂണിറ്റ് സംരക്ഷിക്കാൻ കഴിഞ്ഞത് അഭിമാനം നൽകുന്ന, ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു നേട്ടമാണ്. കാരണം നേരിട്ട് പ്രധാനമന്ത്രിയെ പോയി കണ്ടിട്ടാണ് അദ്ദേഹം എന്നോട് ചോദിച്ചു, സംരക്ഷിക്കാൻ എന്ത് നിർദ്ദേശമാണ് നിങ്ങൾക്കുള്ളത്? ഞാൻ വെച്ച നിർദ്ദേശമായിരുന്നു സംസ്ഥാന സർക്കാരിന് വിട്ടുകൊടുക്കുക എന്നത്. ആലോചിച്ചറിയിക്കാം എന്ന് പറഞ്ഞു. എന്റെ നിർദ്ദേശം പിന്നീട് പ്രധാനമന്ത്രി അംഗീകരിക്കുകയും ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന്റെ യൂണിറ്റ് സംസ്ഥാന സർക്കാരിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. റാഫേൽ ഇടപാടിൽ വിവാദത്തിൽ നിൽക്കുന്ന അനിൽ അംബാനിയുടെ റിലയൻസ് ഡിഫൻസിന് VMLന്റെ ഓഹരി വിൽക്കാനുള്ള തീരുമാനം ഞാൻ മാത്രമാണ് പാർലമെന്റിൽ ഉന്നയിച്ചത്. തൽക്കാലത്തേക്കാണെങ്കിലും അതിൽ നിന്ന് ഗവൺമെന്റിനെ പിൻവാങ്ങാൻ നിർബന്ധിതമാക്കിയെന്നത് എനിക്ക് വലിയ സന്തോഷം പകരുന്നൊരു നേട്ടമാണ്. കാരണം 65,000 കോടിയുടെ ആസ്തിയാണ് VMLന്റേത്. അതാണ് നിസ്സാര വിലയ്ക്ക് റിലയൻസ് ഡിഫൻസിന് വിൽക്കാൻ തീരുമാനിച്ചത്. ഡിജിറ്റൽ ലേണിംഗ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോമിംഗ് എഡ്യൂക്കേഷൻ എന്ന പദ്ധതിക്ക് കീഴിൽ IT സാങ്കേതിക വിദ്യയെ നമ്മുടെ ക്ലാസ് മുറികളെ ആകെ മാറ്റി തീർക്കുന്ന തരത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞു. ആരോഗ്യ മേഖലയിൽ ഒരുപക്ഷെ കേരളത്തിന് തന്നെ, ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള ധാരാളം പദ്ധതികൾ. ഒറ്റപ്പാലത്തെ 25,000 ഡയാലിസിസ് ഒരു വർഷം സൌജന്യമായി നടത്തുന്ന ഡയാലിസിസ് സെന്റർ, ഷൊർണൂരിൽ മറ്റൊരു ഡയാലിസിസ് സെന്റർ, മണ്ണാർക്കാട്ടെ ബ്ലഡ് ബാങ്ക്, ജില്ലാ ആശുപത്രിയിലെ ട്രോമാ കെയർ യൂണിറ്റ്, ഇങ്ങനെ എടുത്തു പറയാവുന്ന ധാരാളം പദ്ധതികൾ. ഒപ്പം ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മൾട്ടി സെൻസറി റൂം, അതുപോലെ ആധുനികമായ ഫിസിയോതെറാപ്പി യൂണിറ്റ്, ഇങ്ങനെ സവിശേഷമായ മാതൃകാപരമായിട്ടുള്ള പദ്ധതികൾ. അവസാനമായി പുതിയ ആശയങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ നാടിന് അത്ര പരിചയമില്ലാത്ത ഓപ്പൺ ജിം പോലുള്ള പുതിയ ആശയങ്ങൾ, അതുപോലെ ഇലക്ട്രിക് സ്കൂട്ടർ, ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ തുടങ്ങിയിട്ടുള്ള പുതിയ ആശയങ്ങളും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു. അതുപോലെ നെറ്റ് ന്യൂട്രാലിറ്റി, നമ്മുടെ നാട്ടിലെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമായിരുന്നു നെറ്റ് ന്യൂട്രാലിറ്റി. അത് ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യം ഉന്നയിച്ച ആള് ഞാനാണ്. അതിനുശേഷം പിന്നീട്
ഏതാനും ദിവസം കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയും അത് ഉന്നയിക്കുകയുണ്ടായി. ആദ്യം ഉന്നയിച്ചയാൾ ഞാനായിരുന്നു. ഇപ്പോൾ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ബില്ലുമായി ബന്ധപ്പെട്ട് ചിത്ര ഉൾപ്പെടെയുള്ള കായിക താരങ്ങൾക്ക് നേരിടേണ്ടി വന്ന അവഗണനയെക്കുറിച്ച് പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ ഈ സാമ്പത്തിക കുറ്റവാളികൾ വിജയ് മല്യ ഉൾപ്പെടെയുള്ള ആളുകൾ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ടു പോകുന്നത് സംബന്ധിച്ച പ്രശ്നം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇങ്ങനെ 200-ലേറെ വിഷയങ്ങൾ ഈ 5 വർഷത്തിനിടയിൽ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട്. 2009 ഏറ്റവും പ്രതികൂല സാഹചര്യത്തിലാണ് ഈ മണ്ഡലമുണ്ടായി. ഡീലിമിറ്റേഷന് ശേഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പാലക്കാടിനൊപ്പം അന്ന് നിന്നു. കേരളത്തിലാകെ പ്രതികൂലമായ സാഹചര്യമായിരുന്നു. LDF-ന്റെ ഒപ്പം നിന്നിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലുമെല്ലാം ആ മികവ് LDF ആവർത്തിച്ചിട്ടുണ്ട്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കാൻ കഴിയും. എന്തായാലും സിറ്റിംഗ് MP അവരുടെ വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ എന്താണ് പാലക്കാട്ട് പ്രതിപക്ഷത്തിന് പറയാനുള്ളതെന്ന് കേൾക്കാം. ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹം പൂർണ്ണമായ പരാജയമാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് അവകാശവാദങ്ങളൊക്കെ കേൾക്കാറുണ്ട്. MP ഫണ്ട് ചെലവഴിച്ചതിനെ പറ്റിയ പ്രധാനമായിട്ടും അത് ഇന്ത്യയിലെ എല്ലാ MPമാർക്കും കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള ഫണ്ടാണ്. അത് ചെലവഴിക്കുന്ന കാര്യത്തിൽ ഞാനാണ് മുൻപന്തിയിലെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പാലക്കാടിന് ഏതെങ്കിലും ഒരു പദ്ധതി ഈ 10 വർഷത്തിനകം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. 5 വർഷം ഭരിച്ച BJP ഗവൺമെന്റ് 5 IIT പുതുതായിട്ട് സ്ഥാപിച്ചിട്ടുള്ളൂ. ഇന്ത്യയിലുള്ള മുഴുവൻ IIT കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിലാണ്. ഇപ്പോ ഈ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപിച്ചത് പാലക്കാട് മാത്രമല്ല, ഇന്ത്യയിൽ 5 സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ പിതൃത്വം MP സ്വയം ഏറ്റെടുക്കുകയാണ്. MP ഇതുമായി ബന്ധപ്പെട്ട ഒരു നിവേദനം കൊടുത്തായിട്ട് ആർക്കും അറിവില്ല. കേന്ദ്ര ഗവൺമെന്റ് പൂട്ടാൻ തീരുമാനിച്ചപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ വെച്ചാണ് ആ ഒരു യോഗം വിളിച്ച് തീരുമാനമെടുത്തത്. ആ യോഗത്തിൽ പോലും പങ്കെടുക്കാത്ത MP പറയാണ്, ഞാൻ പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുത്തോണ്ടാണ് കേരള ഗവൺമെന്റ് ഏറ്റെടുത്തത്. കേരള ഗവൺമെന്റ് ഏറ്റെടുക്കണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കണം. അപ്പൊ പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുത്തുകൊണ്ട് എങ്ങനെയാ കേരളത്തിൽ മുഖ്യമന്ത്രി ഇത് ഏറ്റെടുക്കുക എന്നറിയില്ല. മലയാളിയായ AK ആന്റണി കേന്ദ്രത്തിൽ മന്ത്രിയായപ്പോഴാണ് കേരളത്തിൽ 9 പ്രതിരോധ മന്ത്രാലയത്തിന്റെ സ്ഥാപനങ്ങൾ വരുന്നത്. അതിലൊന്നാണ് പാലക്കാട് കഞ്ചിക്കോട് സ്ഥാപിച്ചിട്ടുള്ള ബെമൽ. ആ ബെമൽ കൊണ്ടുവന്നത് ഞാനാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തി MP രാജേഷ്. ആ AK ആന്റണി കൊണ്ടുവന്ന UPA സർക്കാർ കൊണ്ടുവന്ന ബെമൽ എന്നുള്ള ഫാക്ടറി താനാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. വരാത്ത കോച്ച് ഫാക്ടറി താനാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. IIT-യുടെ കാര്യം ഇദ്ദേഹം ഒരു നിവേദനം കൊടുത്തിട്ടാണ് IIT വന്നതെന്നുള്ളത് പാലക്കാട് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ IIT-കൾ സ്ഥാപിച്ചത് കോൺഗ്രസ് സർക്കാരുകളാണ്. 10 പേർക്ക് തൊഴിൽ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതിനേക്കാൾ ഉപരി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ നമ്മുടെ മേഖലയിലെ കാട്ടാനകളുടെ, കാട്ടുമൃഗങ്ങളുടെ ശല്യം, ഒരുപാട് അപകടങ്ങൾ, ഗതാഗത തടസ്സങ്ങൾ, റോഡ്, ബ്രിഡ്ജസ്, റെയിൽവേ മേൽപ്പാലം, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ പാലക്കാടിന്റെ ദീനരോധനങ്ങളായിട്ട് മാറിയിരിക്കുക. ഏറ്റവും അടുത്ത് അകത്തേത്തറ ഉള്ള മേൽപ്പാലം, അത് നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു. ഇന്ന് വരെ അതിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കാൻ പറ്റിയിട്ടില്ല ഗവൺമെന്റിന്. കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് LDF. ആ LDF-ന് പ്രതികരിക്കുന്ന ആളാണ് MP രാജേഷ്. അതുപോലെ വാടനാവശ്യ പട്ടാമ്പി ഗേറ്റുണ്ട്, ലക്കിടിയിൽ ഗേറ്റുണ്ട്. അവിടെയൊക്കെ മേൽപ്പാലം പണിയുന്നൊക്കെ ഇലക്ഷന് മുമ്പ് ഒരുപാട് വാഗ്ദാനം നൽകിയിട്ടില്ല. ഇപ്പോ പണി മുടങ്ങി കിടക്കുന്ന ഹൈവേ, മണ്ണാർക്കാട് പാലക്കാട് ഹൈവേ വളരെ ദയനീയമായ അവസ്ഥയാണ്. റോഡുകളൊക്കെ തകർന്നു കിടക്കുക. അതിനേക്കാൾ ഏറ്റവും വലുത് കുടിവെള്ളമില്ല, ജലസേചനത്തിന് വെള്ളമില്ല. പക്ഷേ വ്യാവസായിക അടിസ്ഥാനത്തിൽ മലമ്പുഴയിലെ വെള്ളം വിൽക്കുകയാണ്. MP ഇതുവരെ അതിനെക്കുറിച്ച് പ്രതികരിച്ചു. MP രാജേഷിന്റെ പാർലമെന്റിലെ പ്രകടനവും മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളും നമ്മൾ കണ്ടതാണ്. പക്ഷേ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ MP രാജേഷ് MP വീണ്ടും പാർലമെന്റിൽ എത്തണമോ എന്ന് തീരുമാനിക്കുന്നത് പാലക്കാട്ടെ വോട്ടർമാരാണ്. പാലക്കാട്ടെ വോട്ടർമാർക്ക് പറയാനുള്ളത് കേൾക്കാം. ഏറ്റവും നല്ലൊരു MP ആണ് ഞങ്ങളുടെ പാലക്കാട്. 10-ൽ 10 തന്നെ കൊടുക്കാം, അതിൽ യാതൊരു മാറ്റവും. തീർച്ചയായും എല്ലാ കാര്യത്തിനും ആളുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ശരി, ഓരോ ഭാഗത്ത് എന്ത് പ്രശ്നം വെച്ചാൽ വിളിച്ചാൽ ആളെത്തുന്നുണ്ട്. വേണ്ട നടപടി കഴിയുന്നതിൽ 90% എടുക്കുന്നുമുണ്ട്. അത് തന്നെയല്ലേ വേണ്ടത്. 100%. MP കുഴപ്പമില്ല, നല്ല MP ആണ്. ഈ MP ഇപ്പൊ നമ്മളെ സാധാരണക്കാർക്ക് പറ്റിയ MP എന്നാണ് എന്റെ ഒരു വിലയിരുത്തല്. വലിയ കുഴപ്പമില്ലാതെ MP ആണ് ഇപ്പൊ പാലക്കാടെ സംബന്ധിച്ചോളം നല്ലൊരു MP എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇതിലൊരു 7 മാർക്ക് കൊടുക്കാം. പ്രവർത്തനങ്ങൾ ഇപ്പോ വലിയ കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ കാണും, കൊടുക്കാം. 16ാം ലോക്സഭയിൽ 214 ചർച്ചകളിൽ രാജേഷ് പങ്കെടുത്തിട്ടുണ്ട്. ദേശീയ ശരാശരി ഇക്കാര്യത്തിൽ 63.8-ഉം
സംസ്ഥാന ശരാശരി 135-മാണ്. ലോക്സഭയിൽ ഈ ടേമിൽ 570 ചോദ്യങ്ങൾ പാലക്കാട്ടെ MP ഉന്നയിച്ചു. സംസ്ഥാന ദേശീയ ശരാശരിയേക്കാൾ ഏറെ മുകളിലാണ് ഇത്. 16ാം ലോക്സഭയിലെ 321 പ്രവർത്തന ദിവസങ്ങളിൽ 267 ദിവസവും ഹാജരായി MP ഫണ്ട് ഒരു മണ്ഡലത്തിന് അർഹതപ്പെട്ടത് 25 കോടിയാണ്. MP രാജേഷ് നൽകിയ പദ്ധതികൾക്കായി 24.96 കോടി അനുവദിച്ചു. 17.69 കോടി രൂപ മണ്ഡലത്തിൽ ഇതുവരെ ചെലവഴിച്ചു. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം നടക്കാനിരിക്കുന്ന മറ്റൊരു മണ്ഡലമാണ് പത്തനംതിട്ട മണ്ഡലം. ആന്റോ ആന്റണി സിറ്റിംഗ് MP ആയിരിക്കുന്ന മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വീണ ജോർജാണ്. പത്തനംതിട്ട മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിക്കാം. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല, ആറന്മുള, കോന്നി, റാന്നി, അടൂർ, കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. 2008 നടന്ന മണ്ഡല പുനർനിർണയത്തിലാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത്. ഇതുവരെ നടന്നത് 2 തെരഞ്ഞെടുപ്പുകൾ. 2009-ലും 2014-ലും രണ്ടിലും ജയിച്ചത് UDF. 2009-ലെ കന്നി തെരഞ്ഞെടുപ്പിൽ ആന്റോ ആന്റണിക്ക് എതിരാളിയായത് CPM-ന്റെ K അനന്തഗോപൻ. 1 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആന്റോ ആന്റണി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. BJP സ്ഥാനാർത്ഥിയായ K രാധാകൃഷ്ണ മേനോന് 57,000-ഓളം വോട്ട് കിട്ടി. 2014-ൽ കോൺഗ്രസിൽ നിന്നും പിണങ്ങിപ്പോയ മുൻ DCC പ്രസിഡന്റ് പീലിപ്പോസ് തോമസിനെയാണ് CPM ആന്റോ ആന്റണിക്കെതിരെ രംഗത്തിറക്കിയത്. ഭൂരിപക്ഷത്തിൽ കുറവ് വരുത്താനായെങ്കിലും രണ്ടാം ജയത്തിൽ നിന്ന് ആന്റോ ആന്റണിയെ തടയാനായില്ല CPM-ന്. BJP സ്ഥാനാർത്ഥിയായി എത്തിയത് MD രമേശ്. കഴിഞ്ഞ തവണത്തേതിന്റെ ഇരട്ടിയിലധികം വോട്ട് നേടാനായി MD രമേശിന്. വോട്ട് വിഹിതം 16%. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 മണ്ഡലങ്ങളിലും ആന്റോ ആന്റണിക്കായിരുന്നു വ്യക്തമായ മേൽക്കൈ. പത്തനംതിട്ട മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 2 തവണയാണ് ആന്റോ ആന്റണി പാർലമെന്റിൽ എത്തിയിട്ടുള്ളത്. മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വികസനങ്ങളെക്കുറിച്ചും MP ആന്റോ ആന്റണി സംസാരിക്കുന്നു. ജില്ലയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ 183A കടമ്പനാട്ട് നിന്ന് ആരംഭിച്ച് കടമ്പനാട്, അടൂര്, പത്തനംതിട്ട, വടശ്ശേരിക്കര, ലാഹ, കണമല, എരുമേലി വഴി മുണ്ടക്കയത്തെത്തുന്ന 116 കിലോമീറ്റർ വരുന്ന നാഷണൽ ഹൈവേ അത് യാഥാർത്ഥ്യമായി. അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ഇന്ന് അതൊരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. 105 കോടി ഉറുപ്പിക മുടക്കി ജില്ലയുടെ എല്ലാ മിക്കവാറുമുള്ള ഗ്രാമങ്ങളെ കണക്ട് ചെയ്യുന്ന 43 വലിയ റോഡുകൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ കേന്ദ്രീയ വിദ്യാലയം, ചെന്നിറക്കര കേന്ദ്രീയ വിദ്യാലയം അതിൻ്റെ 29 കോടി രൂപ ചെലവഴിച്ച് അതിൻ്റെ പണി പൂർത്തീകരിച്ചു. അവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തു. സ്മാർട്ട് ക്ലാസ് റൂമുകൾ, കമ്പ്യൂട്ടറുകൾ, ഫർണിച്ചറുകളൊക്കെ അവിടെ ഒരുക്കിക്കൊടുത്തു. 3ാമത്തെ കേന്ദ്രീയ വിദ്യാലയത്തിനുള്ള ഫണ്ട്, കോന്നിയിൽ കേന്ദ്രീയ വിദ്യാലയത്തിനുള്ള ഫണ്ട് ആദ്യ ഗഡു അത് അനുവദിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ മിക്കവാറുമുള്ള ഗവൺമെൻറ് സ്കൂളുകളിൽ, എയ്ഡഡ് സ്കൂളുകളിലെല്ലാം കമ്പ്യൂട്ടറുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, അതുപോലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ലയാണ് പത്തനംതിട്ട ജില്ല. പാസ്പോർട്ട് സേവാ കേന്ദ്രം എന്നുള്ളത് അവരുടെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി ഇന്നിപ്പോൾ ഉള്ളത് കൂടുതൽ വിപുലമായി പൂർണ്ണ അർത്ഥത്തിലുള്ളൊരു പാസ്പോർട്ട് ഓഫീസായി. ഇന്ന് കാലത്ത് പാസ്പോർട്ടിന് അപേക്ഷിച്ചാൽ നാളെ കാലത്ത് പൂർണ്ണ അർത്ഥത്തിലുള്ള പാസ്പോർട്ട് അവർക്ക് ലഭ്യമാകുന്ന തരത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള പാസ്പോർട്ട് ഓഫീസായി അത് മാറാൻ പോകുന്നു. പത്തനംതിട്ടയുടെ വളർച്ചയുടെ പാതയിൽ ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സമൂഹമാണ് പ്രവാസി സമൂഹം. ആ പ്രവാസി സമൂഹത്തിൻ്റെ വോട്ടവകാശത്തിന് വേണ്ടി പാർലമെൻറ്റിൽ ഏറ്റവും ശക്തമായൊരു നിലപാടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ പാർലമെൻറ്റിൽ ഉന്നയിച്ച ഒരു സബ്മിഷൻ്റെ മറുപടിയായിട്ടാണ് അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ വോട്ടവകാശം പ്രവാസികൾക്ക് നൽകുമെന്നുള്ള പ്രഖ്യാപനം പാർലമെൻറ്റിൽ നടത്തിയത്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ 18 ലക്ഷത്തോളം വരുന്ന നേഴ്സുമാർ, സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഈ നേഴ്സുമാർ, അവരുടെ ജീവിതം നരകതുല്യമായിരുന്നൊരു സാഹചര്യം. അവർക്ക് തുച്ഛമായ ശമ്പളം, 2000-3000 ഉറുപ്പിക ശമ്പളം, അവരെഴുതി കൊടുക്കുന്ന ബോർഡിൽ അവർ പഠിച്ചു വന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും വാങ്ങിവെച്ച് അവരെ അടിമയെപ്പോലെ വർഷങ്ങളായി ശമ്പളം കൊടുക്കാതെ പണിയെടുപ്പിക്കുന്ന സാഹചര്യം. അതിൽ നിന്നാണ് ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിലെ പ്രതിനിധിയായി കടന്നു വന്നപ്പോൾ അവർക്ക് ബോണ്ട് സമ്പ്രദായം അവസാനിപ്പിച്ചു, സർട്ടിഫിക്കറ്റുകൾ തടഞ്ഞു വെക്കുന്ന നിയമവിരുദ്ധമാക്കി, അവർക്ക് മിനിമം വേതനം, മിനിമം ജോലി സമയം, ആരോഗ്യ സുരക്ഷ, സാമൂഹ്യ സുരക്ഷ ഇതെല്ലാം ഉറപ്പുവരുത്തുന്ന തീരുമാനങ്ങൾ, അതോടൊപ്പം ലോകത്തെ ഏറ്റവും കൂടുതൽ നേഴ്സുമാരെ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യക്ക് ഗ്ലോബൽ നേഴ്സിംഗ് കൗൺസിൽ അംഗത്വം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ കൂടി പൂർത്തീകരിച്ചു.
റബ്ബറിൻ്റെ വില തകർച്ചയ്ക്കെതിരെ അതിനെ കേന്ദ്ര ഗവൺമെൻറ് എടുക്കേണ്ട നടപടികൾക്ക് വേണ്ടി നിരന്തരമായി ശബ്ദിക്കുകയും നിരന്തരമായി സംസാരിക്കുകയും അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ തവണ അതിലെ പാർലമെൻറ്റിൽ അതിനുവേണ്ടി നിലപാടുകൾ എടുക്കുകയും ചെയ്തു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇൻഡോർ സ്റ്റേഡിയം അതിനുള്ള ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് അനുവദിപ്പിക്കാൻ കഴിഞ്ഞു. ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ലയിൽ 1 കോടി രൂപ MP ഫണ്ടിൽ ചെലവഴിച്ചാണ് ഇപ്പോൾ പ്രായമായ ആളുകൾക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് വേണ്ടി ഒരു എസ്കലേറ്റർ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. MP ഫണ്ട് കഴിഞ്ഞ 9 വർഷവും ഏറ്റവും കൂടുതൽ MP ഫണ്ട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ചെലവഴിക്കാൻ കഴിഞ്ഞു. ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസനം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിലായി എത്തിക്കാൻ കഴിഞ്ഞു. ശക്തയായ സ്ഥാനാർത്ഥിയായി വീണ ജോർജിനെ ഇടതുപക്ഷം കളത്തിലിറക്കുമ്പോൾ സിറ്റിംഗ് MP ആയ ആന്റോ ആന്റണിയെക്കുറിച്ച് മറുപക്ഷത്തിന് ചിലത് പറയാനുണ്ട്. ഇപ്പോൾ ഹൈവേയുടെ കാര്യം പറയുന്നു. ഇത്ര 10 വർഷത്തിനിടയിൽ ഇപ്പം തെരഞ്ഞെടുപ്പെടുത്തപ്പെടാം. ഇപ്പോൾ കേന്ദ്ര ബഡ്ജറ്റിനെ പോലെയാണ്. കേന്ദ്രം ഇത്രയും കാലം ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനവും കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയില്ല. അവസാനം വന്നപ്പോൾ ഇപ്പോൾ ഒരു ബഡ്ജറ്റിൽ കർഷകരെ സഹായിക്കാൻ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ പട്ടിക നിരത്തിക്കൊണ്ടൊരു ബഡ്ജറ്റ് കൊണ്ടുവരുന്നത് പോലെയാണ് ഇപ്പോൾ ആന്റോ ആന്റണി ഇപ്പോൾ ദേശീയ പാത കൊണ്ടുവരാൻ പോകുന്നു. അതെല്ലാം ഈ 10 വർഷമായിട്ട് എവിടെയായിരുന്നു പാത? ഞാൻ ഇന്നതെല്ലാം ചെയ്തു എന്ന് വീമ്പടിക്കാൻ എല്ലാവരെയും കൊണ്ടും കഴിയും. പക്ഷേ എന്താണ് ചെയ്തതെന്ന് ജനങ്ങളുടെ മുമ്പാകെ അക്കമിട്ട് പറയാനുള്ള ആർജവം ഉണ്ടാകുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് ജനങ്ങളെ കാണിച്ചു കൊടുക്കണം. അല്ലാതെ പറഞ്ഞാൽ പോരാ, ഞാനിതെല്ലാം നടപ്പാക്കും എന്ന് പറഞ്ഞാൽ പോരാ. അത് ജനങ്ങളെ ഇന്നത് ഞാൻ ചെയ്തു, ഇനിയും ഇന്നത് ചെയ്യാം, ഓക്കെ, അത് നല്ല കാര്യമാണ്. ഇന്നത് ചെയ്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ഇന്നത് ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് ചൂണ്ടിക്കാണിക്കുക. തുടർന്ന് ഇന്ന കാര്യങ്ങൾ, അതിൻ്റെ തുടർച്ച എന്നുള്ളത്. എന്തെങ്കിലും ചെയ്തവരല്ലേ തുടർന്ന് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കൂ. ഒന്നും ചെയ്യാത്തവർ തുടർന്ന് ഇന്നതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല. ഈ ജില്ലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം സ്വീകരിച്ച സമീപനം വികസന വിരുദ്ധമാണ്. ടയർ മുതലാളിമാരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം, അതിനുവേണ്ടിയുള്ള കരാറുകൾ, അതിനുവേണ്ടിയുള്ള സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിയതിന് പകരമായി ഈ ജില്ലയിലെ കേരളത്തിലെയും 12 ലക്ഷത്തോളം വരുന്ന കൃഷിക്കാരെയും 8 ലക്ഷത്തോളം വരുന്ന ടാപ്പിംഗ് തൊഴിലാളികളെയും വടിയാധാരമാക്കിയ സാമ്പത്തിക നയം അനുകൂലമായി പാർലമെൻറ്റിൽ കൈപൊക്കി കൊടുത്ത ആളാണ്. അപ്പോൾ അദ്ദേഹം MP ആയതിനു ശേഷമാണല്ലോ പാസ്പോർട്ട് സേവാകേന്ദ്രം ഇവിടെ നിന്ന് പാസ്പോർട്ട് ഓഫീസ് കൊല്ലത്തേക്ക് മാറ്റപ്പെടുന്നത്. അദ്ദേഹം MP ആയതിനു ശേഷമാണല്ലോ. അങ്ങനെ എത്ര ആഫീസുകൾ അദ്ദേഹം MP ആയതിനു ശേഷം ഈ പത്തനംതിട്ടയിൽ നിന്നും മാറ്റപ്പെട്ടു പോയിട്ടുണ്ട്. എന്ത് നടപടി സ്വീകരിക്കാൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ട്? അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങളോട് പറയണം. ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അവകാശവാദവുമായിട്ട് രംഗത്ത് വരികയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 50 കോടി രൂപ മുടക്കി ഈ സ്റ്റേഡിയം നിർമ്മാണത്തിനാവശ്യമായ പദ്ധതികൾ തയ്യാറാക്കി അതിൻ്റെ അവസാനഘട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മുനിസിപ്പാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ആ സ്റ്റേഡിയം വേണ്ട എന്ന് പറയുന്ന തരംതാണ രാഷ്ട്രീയം കളിക്കുകയല്ലേ യഥാർത്ഥത്തിൽ ആന്റോ ആന്റണി ചെയ്യുന്നത്? ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ. ഈ ജില്ലയ്ക്കുള്ള ഏക റെയിൽവേ സ്റ്റേഷനാണ്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ 10 വർഷമായി ആ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് വേണ്ടി യാതൊരു നടപടിയും അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ശബരിമല റെയിൽവേ ഈ ജില്ലയുടെ വികസനത്തിന് വലിയ സംഭാവന ചെയ്യാൻ കഴിയുന്നു. ആ ശബരിമല റെയിൽവേക്ക് വേണ്ടി ഒരു നടപടിയും അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. തൊട്ടടുത്തുള്ള ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളൊന്ന് പോയി നോക്കൂ. എത്ര മനോഹരമായ സ്റ്റേഷൻ! യാത്രക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളടക്കം ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് പത്തനംതിട്ട പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ ഉള്ള ഏക റെയിൽവേ സ്റ്റേഷൻ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ ആ തരത്തിലേക്ക് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ആ റെയിൽവേ സ്റ്റേഷനെ മാറ്റിയെടുക്കാൻ യഥാർത്ഥത്തിൽ കഴിയേണ്ടതാണ്. അത് കഴിയാതിരുന്നത് ഈ MP-യുടെ കഴിവുകേട് തന്നെയാണ് എന്നതിൽ ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. ആന്റോ ആന്റണിയെക്കുറിച്ച് വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കുന്നതിനൊപ്പം മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും വിലയിരുത്തേണ്ടതാണ്. പുള്ളിയുടെ വികസനം എന്ന് പറഞ്ഞാൽ പുള്ളി വോട്ട് ചെയ്തിട്ട് വോട്ടിന്റെ ഇലക്ഷൻ അന്ന് എല്ലാ പ്രചരണ പ്രവർത്തനത്തിന് കണ്ടതാണ്. പിന്നെ പുള്ളിയെ ഞങ്ങളുടെ പ്രദേശത്ത് കണ്ടിട്ടേ ഇല്ല. നല്ല അഭിപ്രായമാണ്. ജില്ലയിൽ തന്നെ വലിയൊരു വികസനമായ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് പോലും അനുവദിക്കാത്ത കോൺഗ്രസ് ഭരണത്തെ ഒരു രീതിയിലുള്ള സപ്പോർട്ടിന് ഈ ജില്ല ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയാം, ഒരു വികസനം എനിക്കറിയാം. 5 മാർക്ക് കൊടുക്കും. ഞാൻ കോന്നിക്കാരനാണ്. കോന്നിക്ക് ഇപ്പോൾ കേന്ദ്രീയ വിദ്യാലയം വന്നിട്ടുണ്ട്, പത്തനംതിട്ടയിലും വന്നിട്ടുണ്ട്. അതുപോലെ 7 മണ്ഡലങ്ങളിലും ചെയ്യേണ്ട രീതിയിലുള്ള പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. പുള്ളി ഇവിടെ കാണാനില്ലല്ലോ,
ഇവിടെ കാണാനില്ല, സത്യമായിട്ട് ഇവിടെ കാണാനില്ല. അദ്ദേഹം നല്ല രീതിയിൽ വികസനം നടത്തിയിട്ടുണ്ട്, പക്ഷെ അത് ജനങ്ങളിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. നാട്ടുകാർക്ക് വേണ്ടി ഒന്നും നടത്തിയിട്ടില്ല. അവർ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി നടത്തിയിട്ടുണ്ട്, അല്ല നാട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ജനങ്ങൾക്ക് വല്ലതും വികസനം വല്ലതും ഉണ്ടെങ്കിൽ മാർക്ക് കൊടുക്കാമായിരുന്നു, വികസനം ഇല്ലാത്ത ഇങ്ങനെ മാർക്ക് കൊടുക്കാൻ. ആന്റണി ഈ 10 കൊല്ലം കൊണ്ട് ഈ പത്തനംതിട്ട ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറി നടത്തിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഇതാണ് ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഇട്ടതും ഇതൊക്കെ എങ്ങനെയല്ലേ, അദ്ദേഹമല്ലേ. അതുകൊണ്ട് വികസനമല്ലേ ഇത്, എല്ലാ കാര്യങ്ങളും. സ്റ്റേഡിയത്തിന് വേണ്ടി 2 ലക്ഷം രൂപ മുടക്കിയെന്ന് പറയുന്നു. ഇന്ന് വരെയും അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടില്ല. പത്തനംതിട്ട ആറന്മുള MLA 50 കോടി രൂപ മുടക്കിയപ്പോൾ അത് തടസ്സം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ആൻ്റണിയും അവരുടെ UDF അംഗങ്ങളും നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. നല്ല അഭിപ്രായമാണ് എനിക്കുള്ളത്. ആൻ്റണിയെ അന്ന് ജയിച്ചതിൽ പിന്നെ ഞങ്ങൾ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, ഈ ഏരിയയിലെ കണ്ടിട്ടില്ലല്ലോ. കഴിഞ്ഞ 5 വർഷം അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തെന്നാണ് വിശ്വാസം. നല്ല വികസനമാണ്, നല്ല അഭിപ്രായം എല്ലാവർക്കും. അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും നല്ല പ്രവർത്തനങ്ങളെ പറ്റിയേ പറയാനുള്ളൂ. വികസനം എന്ന് പറഞ്ഞൊരു കാര്യം ഈ പത്തനംതിട്ട നടക്കുന്നില്ല എന്നുള്ളത് അറിയാം. വികസനം നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരവർക്ക് വികസനം നടക്കുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. 78% ഈ ഊഴത്തിൽ ആന്റണിയുടെ പാർലമെന്റിലെ ഹാജർ നില. സംസ്ഥാന ശരാശരിയേക്കാൾ 1% അധികം. ചോദിച്ച ചോദ്യങ്ങളുടെ എണ്ണത്തിൽ മുന്നിലാണ് ആന്റണി. 654 ചോദ്യം. സംസ്ഥാന ശരാശരി 420ഉം ദേശീയ ശരാശരി 290 മാത്രമാണ്. എന്നാൽ പങ്കെടുത്ത ചർച്ചകളുടെ എണ്ണത്തിൽ പിന്നിലാണ് പത്തനംതിട്ട MP. 78 ചർച്ചകളിലാണ് പങ്കെടുത്തത്. സംസ്ഥാന ശരാശരി 141ഉം ദേശീയ ശരാശരി 66ഉമാണ്. ഒരു സ്വകാര്യ ബില്ലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. MP ഫണ്ടിന്റെ 90%-നകം തുക ഉപയോഗിച്ചിട്ടുണ്ട് പത്തനംതിട്ട MP. അർഹതപ്പെട്ട 25 കോടിയിൽ 23.45 കോടിയും അനുവദിച്ചു. ഇതിൽ 17.5 കോടി രൂപ പദ്ധതികൾക്കായി റിലീസ് ചെയ്തു. ചെലവാക്കിയത് 16 കോടി 19 ലക്ഷം രൂപ. ആരാകും പാലക്കാടിനെയും പത്തനംതിട്ടയും പ്രതിനിധീകരിച്ച് പാർലമെന്റിലെത്തുക എന്നത് മെയ് 23-ന് അറിയാം. റേറ്റ് യുവർ MPയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും 2 മണ്ഡലങ്ങളുമായി നാളെ കാണാം. നമസ്കാരം.